1500 രൂപയാണ് ലാസ്റ്റ് ദിവസം കോഴിക്കോട് സൊമാറ്റോയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് സൊമാറ്റോയിലെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. ഏകദേശം 3 മാസത്തോളമായി ഞാൻ കോഴിക്കോട് സൊമാറ്റോ ഇറക്കാൻ പോകുന്നത്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അടുത്തത് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് അടുത്ത സൊമാറ്റോ വ്ളോഗിൽ നമുക്ക് കാണാം. ഏകദേശം 3 മാസത്തോളമായി ഞാൻ കോഴിക്കോട് വന്നിട്ട് ഇന്ന് നമ്മൾ ലാസ്റ്റ് ദിവസമാണ്. 1 മാസം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ 1 മാസമായി, 2 മാസമായി, 3 മാസമായി. 3 മാസമായിട്ട് കോഴിക്കോട് വർക്ക് ചെയ്യാൻ. ലാസ്റ്റ് ദിവസത്തെ സൊമാറ്റോ കാഴ്ചകൾ നമുക്ക് കാണാം. അതേപോലെ എത്ര രൂപ കിട്ടുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ എന്തായാലും 3 മാസം അടിപൊളിയായിരുന്നു കേട്ടോ. കോഴിക്കോട് അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ആദ്യത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത് മലബാർ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. ഈ ആസ്റ്റർ മീംസ് കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോഴും ഇവിടെ നേരെ അടിച്ചത്. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എവിടെയാണ് ഓർഡർ അടിച്ചിട്ട് കുറച്ച് നെറ്റില്ലേ, ഓണാകില്ല. റൂമിൽ ഇരുന്നപ്പോൾ അടിച്ചതാണ് കേട്ടോ. കുറച്ച് നേരമായി. നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഓർഡർ പോയി എടുക്കാം. നമ്മൾ ആദ്യത്തെ ഐറ്റം കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൊടുക്കേണ്ടത് ഇവിടെ തൊട്ടടുത്താണെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചങ്ങോട്ടാണോ? 6.7 കിലോമീറ്റർ ഉണ്ട്. ഇത് കൊടുത്തു കഴിയുമ്പം 12 മണിയാവും. 12 മണിക്ക് ശേഷം ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ, ഇൻസെൻറ്റീവ് ഉണ്ട്. നമുക്ക് എണ്ണ അടിക്കാൻ രാവിലെ എണ്ണ അടിച്ചാൽ കുഴപ്പമില്ലല്ലോ. ജിയോ ഇവിടെ ഇപ്പോൾ 1 രൂപയുടെ കുറവുണ്ട് കേട്ടോ. 1 രൂപയുടെ എണ്ണ കുറവുണ്ട്. അതിലുപരി ഞാനേ മറ്റേ ഇന്ത്യൻ ഓയിലിൻ്റെ പ്രീമിയം ആണ് അടിക്കുന്നത്, 95. അത് വെച്ച് നോക്കുമ്പം അതേ ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നത്. 250. അങ്ങനെ നമ്മൾ കോഴിക്കോട്ടത്തെ ലാസ്റ്റ് ദിവസത്തെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമുക്ക് 53 രൂപയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ആ ഡെലിവറിക്ക് 6 കിലോമീറ്റർ മേലെ ദൂരം ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് തന്നെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 12 മണിക്കാണ് ഞാൻ മറ്റേ ഡെലിവറി ചെയ്തത് കേട്ടോ. 11:57 ഡെലിവറി ആയായിരുന്നു. 3 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു 12 മണി ആവാൻ വേണ്ടി. അപ്പോൾ ഉണ്ടോ ഈ മൾട്ടിപ്ലെയർ നമുക്ക് കിട്ടും. ഈ 12 മണിയായിട്ട് സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ കിട്ടും. അപ്പം 25 രൂപയുടെ ഓട്ടമാണ്. പക്ഷെ 3 രൂപയും കൂടെ കൂട്ടി 28 രൂപ കിട്ടിയിട്ടുണ്ട്. കാരണം 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, 1.25 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കസ്റ്റമറിന് കൊടുക്കാൻ. ഹോട്ടലിലേക്ക് 550 മീറ്റർ. ഹോട്ടൽ സമൃദ്ധി. ഞാനിവിടുന്ന് ഫസ്റ്റ് ടൈമാണല്ലോ എടുക്കുന്നത്. ഇപ്പം തുടങ്ങിയ ഹോട്ടലാണോ? കണ്ടിട്ട് പുതിയ ഹോട്ടൽ പോലെ തോന്നുന്നുണ്ട്. ഫുഡ് റെഡി ആയിട്ടില്ലേ? വീട്ടിൽ ഇപ്പം തുടങ്ങിയ ഹോട്ടലാണെന്ന് തോന്നുന്നു അല്ലേ? തന്നെ നമ്മൾ നാളെ വയനാട് പോകാൻ കേട്ടോ. കോഴിക്കോട് ഭയങ്കര ചൂടുള്ളിടത്ത് വർക്ക് ചെയ്ത് അവിടെ അവസാനിപ്പിക്കുക. നമ്മൾ മറ്റ് തണുത്തുള്ള സ്ഥലത്ത് പോകണമെന്നാണ് എൻ്റെ നിയമം. നമ്മൾ എറണാകുളത്ത് വർക്ക് ചെയ്ത് എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടെ അവിടെ നമ്മൾ നിർത്തിയപ്പോൾ നമ്മൾ നേരെ മൂന്നാറിൽ പോയായിരുന്നു ഒരു ദിവസം. അതേപോലെ നമ്മൾ നാളെ വയനാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ വയനാട്ടിലത്തെ കാഴ്ച നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മൾ രണ്ടാമത്തെ ഓർഡർ കൊടുത്തപ്പോൾ തന്നെ അടുത്ത 3ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് 30 രൂപ ടിപ്പും ഉണ്ട് കേട്ടോ. നമുക്ക് ടിപ്പ് വന്നത് രാജേന്ദ്രകുമാറാണ്. താങ്ക്സ് രാജേന്ദ്രകുമാർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകാം. ഇവിടുന്ന് ഏകദേശം 1.3 കിലോമീറ്ററാണ്. നമ്മുടെ ഫുഡ് റെഡി ഒരുപാട് ലേറ്റായി. കാരണം ടോട്ടൽ 10 ബിരിയാണി ഉണ്ട് കേട്ടോ. ഇതാണ് ഇത്രയും സാധനമുണ്ട്.
6 ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ചിലപ്പോൾ ഒരാളെയും കൂടെ വിളിക്കേണ്ടി വരും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ അവർ സെറ്റപ്പാക്കി തന്നു. ഇതിലേക്ക് വയ്ക്കാം. സെറ്റായില്ലേ? എന്തൊരു ആശ്വാസം. ഇവിടെ എത്തിയ ഇവിടെ നല്ല തണലുണ്ട് കേട്ടോ. മൊത്തം മരങ്ങൾ. എന്നാ വെയിൽ കോഴിക്കോട്. ഇന്നലെ രാത്രിയൊക്കെ മഴ പെയ്തപ്പം ചൂട് കൂടുകയായിരുന്നു. അപ്പോൾ നമ്മളത് ഫുഡ് ഡെലിവറി ചെയ്തു. നമുക്ക് ടിപ്പ് സഹിതം 80 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 174 രൂപയാണ്. 1:03 ഫ്രണ്ട്സ്. സമയം 1:03. ഇപ്പോൾ നമുക്കൊരു മൾട്ടി ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ലൈവ് കിച്ചണിൽ നിന്ന്. രണ്ടും അവിടെ നിന്ന് തന്നെയാണ്. കളക്റ്റഡ് 2 ഓർഡർ. നമ്മളങ്ങനെ ലൈവ് കിച്ചണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 2 കിലോമീറ്ററാണ് ലൈവ് കിച്ചണിലോട്ട് ദൂരമുള്ളത്. നമ്മൾ മൾട്ടി ഓർഡർ അങ്ങനെ 2 ഓർഡറും ഡെലിവറി ചെയ്തു. 2 ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. അപ്പം അതിന് 77 തൊട്ടടുത്തായിരുന്നു കേട്ടോ. ആദ്യത്തെ ഓർഡർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സെൽഫി എടുത്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പം പിണങ്ങും സൊമാറ്റോ. ഓർഡർ അടിച്ച് അന്നേരം ഇനി ഇത് കൊടുത്തിട്ട് സെൽഫി എടുത്താൽ മതി. ഇവിടെ മൾട്ടി ഓർഡറിൻ്റെ ആദ്യത്തെ ഓർഡർ ഉണ്ടല്ലോ, അത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൾട്ടി ഓർഡറിൻ്റെ ആദ്യത്തെ ഓർഡർ ലൊക്കേഷൻ തെറ്റായിരുന്നു കേട്ടോ. ലൊക്കേഷൻ മൾട്ടി ഓർഡറിൻ്റെ ആദ്യത്തെ ഓർഡറിൻ്റെ ലൊക്കേഷൻ തെറ്റായിരുന്നു. അപ്പോൾ 1 കിലോമീറ്ററോളം, 1 കിലോമീറ്ററിനകത്ത് എക്സ്ട്രാ ഓർഡർ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഡിലേ ആയി അഡ്രസ്സ് കണ്ടുപിടിക്കാൻ. വെയിലിൽ നിന്ന് എന്തൊരാശ്വാസം. ഇതേപോലെയുള്ള ചെറിയ വഴികളിൽ കയറപ്പോഴേ, നല്ല ചെറിയ വഴിയിൽ കൂടി തണലിൽ കൂടി പോകാനുള്ള വഴിയായി ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്നത്. താങ്ക് യു ഗൂഗിൾ മാപ്പ്, താങ്ക് യു. പക്ഷേ മൊത്തം കട്ടറും. വേണ്ട, എന്താ തണല്. പൂച്ച, നായിൻ്റെ മോൻ പൂച്ച. ഇപ്പോൾ വണ്ടിയുടെ കയറി അവിടെ നിന്ന് പൂച്ച ഇങ്ങോട്ട് ഒറ്റ ചാട്ടം. വല്ല കാര്യമുണ്ട്. ഇപ്പോൾ വണ്ടി ഇടിക്കത്തില്ല. നമ്മൾ ഇന്നത്തെ ദിവസം രണ്ടാമത്തെ ഓർഡർ എടുത്ത സമൃദ്ധിയിൽ ആണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. സമയം അങ്ങനെ 3 മണി ആയിട്ടുണ്ട് കേട്ടോ. ആഹാ, അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുണ്ട്. എന്താണ് ഈ സമ്മേളനം? എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി. ഇത് KSRTC ബസ് ടെർമിനലാണ് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഈ ടെർമിനലിന്. നമ്മൾ 8ാമത്തെ ഓർഡർ എടുക്കാൻ ഇവിടെ ടോപ്പ് ഫോമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. സമയം 6:31 ഗൈസ്.
ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്, ചിലപ്പോൾ മഴ പെയ്യും, നല്ല ആവിയുണ്ട്, ചൂട്. നമ്മളിപ്പോൾ 7th ഹെവനിൽ നിൽക്കുകയാണ്. നമ്മളിപ്പം 16ാമത്തെ ഓർഡറാണ് കേട്ടോ. ഇത് നല്ല ഓർഡറാണ്. ലാസ്റ്റ് അവസാനം കണ്ടോ സൊമാറ്റോ നല്ല ഓർഡറാണ്. ലോക്ക് വഴിയില്ല ഇത്. നമ്മളിപ്പം ഇപ്പം എത്ര ഓർഡറായെന്ന് നോക്കാം. ഓക്കെ, 16ാമത്തെ ഓർഡറായിട്ടിരിക്കുന്നത്. ഇതുവരെ 938 രൂപ. സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. 938 രൂപ കിട്ടി. അതിൽ 275 ഇതാണ് കേട്ടോ, ഇൻസെൻറ്റീവാണ്. അപ്പോൾ ഇന്നിനി ഒരു 1200 കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1200, 1300 അതിൽ മേളിൽ കിട്ടിയാൽ സന്തോഷം. ഫ്രണ്ട്സ്, അങ്ങനെ സമയം 9:30 ആയിട്ടുണ്ട്, 9:33 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഓർഡർ കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഓർഡർ 20ന് മേളിലായിട്ടുണ്ട് കേട്ടോ. നല്ല ഓർഡറായിരുന്നു. ചെറിയ ഓർഡറുകളാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ബാറ്ററി ചാർജ് ചാർജ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ മറന്നു. ഓർഡർ ഇപ്പോൾ ഏകദേശം 22 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് 1359 രൂപ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ കിട്ടി. അതായത് ഇനി ഒരു 100 രൂപയും കൂടെ കയറും. ഇപ്പോൾ 325 കയറിയിട്ടുള്ളൂ, 425ആണ്. നമ്മളിവിടെ എത്തിയല്ലേ, ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് എത്തിയല്ലേ. സ്ഥലമൊന്നും അറിയത്തില്ല, ഇതൊക്കെ വഴി ഒന്ന് ഇറങ്ങി വന്നാൽ അവിടെ. അപ്പോൾ ടോട്ടല് ഇപ്പോൾ ഇനി ഒരു ഓർഡറും കൂടെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ടോട്ടൽ തുക എന്ന് പറയുന്നത് 1459, 1460 രൂപയാണ് ഞായറാഴ്ച കിട്ടിയിരിക്കുന്നത്. കോഴിക്കോട് എൻ്റെ ലാസ്റ്റത്തെ ദിവസം എനിക്ക് കിട്ടിയിരിക്കുന്നത് 1500-ൻ്റെ അടുത്താണ്. വാവ് ഞായറാഴ്ച വരെ കൊണ്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു 525 ആയിരുന്നെങ്കിൽ ഒരു ഇൻസെൻറ്റീവ് നമുക്കൊരു ഓർഡറും കൂടെ അടിച്ച് ലോങ് ആണ് കേട്ടോ. ഹൈലൈറ്റ് മാളിൽ നിന്ന് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. നേരെ ഹൈലൈറ്റ് മാളിലേക്ക് വിടാം. ചലോ ഹൈലൈറ്റ് മാൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ്, ഇത് ഏകദേശം 60 രൂപ കിട്ടുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ പറഞ്ഞതുപോലെ 1500 രൂപയാണ് ലാസ്റ്റ് ദിവസം കോഴിക്കോട് സൊമാറ്റോയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഹൈലൈറ്റ് മാൾ ഒരു വൈബ് മാളാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് ഫ്രണ്ടിൽ. ഹൈലൈറ്റ് മാളിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ സാധനം എടുക്കാം. നമ്മൾ ലാസ്റ്റ് ട്രിപ്പ്, കോഴിക്കോടത്തെ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ എടുക്കുന്നത് ഹൈലൈറ്റ് മാളിൽ നിന്നാണ്. അങ്ങനെ കോഴിക്കോട് സൊമാറ്റോയിൽ ലാസ്റ്റ് ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ റൂമിൽ എത്തിയിരിക്കണം. അപ്പോൾ ലാസ്റ്റ് ദിവസം കിട്ടിയിരുന്ന 1515 രൂപ, 23 ഓർഡറും 1515 രൂപ. കൊള്ളാം, പൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അടുത്തത് നമ്മൾ മറ്റിടത്തേക്കാണ് പോകുന്നത്. കുറച്ച് പേര് കമൻറ്റ് ചെയ്ത സ്ഥലത്തേക്കാണ്, കമൻറ്റ് ചെയ്ത ഒരു സോണിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അത് അടുത്ത സൊമാറ്റോ വ്ളോഗിൽ കാണാം. അടുത്ത ദിവസം ഞാൻ വയനാട്ടിൽ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു വീഡിയോസ് വരുന്നുണ്ട്. ചിലപ്പോൾ മറ്റേ ദുരന്തം നടന്ന സ്ഥലമൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് കാണണം. എന്തായാലും വയനാട് പോകുന്നുണ്ട്. വയനാട്ടിലത്തെ കാഴ്ച അടുത്ത വീഡിയോയിൽ വരും, അത് കാണാൻ മറക്കരുത്. ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ